ആ ദേ അർജുൻ വരുന്നു. ദാ അർജുൻ, എന്തായി? ആ പൊട്ടൻ പ്രിൻസിപ്പാൾ എന്തു പറഞ്ഞു? അത് പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും ഉള്ളതുപോലെ തന്നെ വാണിംഗ് തന്നു. അയാൾക്ക് പ്രാന്ത, നീ വാ. അപ്പൊ ശരി മോളെ, പിന്നെ കാണാം. ആ ശരി ചേട്ടാ. ആരാടാ ഇത്? ഞങ്ങളിപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. അയ്യോ, പേര് ചോദിക്കാൻ പറഞ്ഞു. എന്താ മോളുടെ പേര്? ദേവിക. ദേവു എന്ന് വിളിച്ചാ മതി. ചേട്ടന്റെ പേരെന്താ? ജാക്സൺ. ജാക്കി എന്ന് വിളിച്ചാ മതി. പിന്നെ ഇതാണ് ഞങ്ങളുടെ അർജുൻ. ഹലോ ചേട്ടാ. വാടാ പോകാം. എന്താടാ ചിരിക്കുന്നില്ലേ നീ? അത് ഞാൻ അറിയാതെ ചിരിച്ചതാ. എന്നാലും അയാൾക്ക് എന്തൊരു ജാടയാ. ഞാൻ ഒരു ഹായ് അല്ലേ കൊടുത്തുള്ളൂ, അയാൾക്ക് എന്താ ഒരു ഹായ് തിരിച്ചു പറഞ്ഞ? പിന്നെ അയാള് ഹായ് തന്നിട്ട് നീ മേടിക്കും. അയാളെ കണ്ട അറിയത്തില്ല അയാളൊരു കട്ട കലിപ്പനാന്ന്. പിന്നെ അയാളുടെ കളിപ്പൊക്കെ അയാളുടെ കൈ ഇരിക്കത്തേ ഉള്ളൂ. ഈ ദേവുവിനോട് അയാളുടെ കളി. ചമ്മി നാറിയാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ദേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നീ നോക്കിക്കോടാ, കൂടിപ്പോയാൽ ഒരു 2 ആഴ്ച, അല്ലെങ്കിൽ പോട്ടെ ഒരു മാസം, അതിനുള്ളില് ആ കലിപ്പനെ ഞാൻ എന്റെ പുറകെ നടത്തിച്ചിരിക്കും. നടക്കുന്ന കാര്യം വല്ലതും പറയടി പെണ്ണെ. നീ നോക്കിക്കോടാ, ഈ കലിപ്പൻ അർജുൻ ഈ ദേവുവിന്റെ പുറകെ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കും. അതിനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. നിന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ദേടാ മോനെ, 2 സുന്ദരി കിളികൾ നിൽക്കുന്നു. ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? നീ വിളിക്കടാ, ഒരു പണി കൊടുക്കാം. ഡി ഇങ്ങോട്ട് വന്നേ. അവര് നമ്മളെയാണോ വിളിക്കുന്നേ? എന്താടി വിളിച്ചാ വരാനൊരു മടി? എടി അവര് നമ്മളെ തന്നെ എടി വിളിക്കുന്നേ. എടി ഇങ്ങോട്ട് വരാൻ. വാടിയാനു, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ വേറെ പണിയില്ല. എടി അവര് സീനിയേഴ്സ് ആണ്. വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. വാ, വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഞാനില്ല, നീ വേണേ പൊക്കോ. എടി ഇങ്ങോട്ട് വരാൻ. എടി അനു, ഒന്ന് വാടി. ഓ ഇവള് ദേടാ, അവൾമാരെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നു. ഏതവൾമാരെ? ഓ എടാ പൊട്ടമ്മനു, നേരത്തെ നമ്മളോട് വഴക്കിട്ടില്ലേ ലവൾമാരെ. എന്നാൽ അവന്മാരുടെ മുന്നിൽ പോയി പെടണ്ട. കിട്ടിയാ നമ്മളെ റാഗ് ചെയ്താലോ? വാ, വേഗം സ്ഥലം കാലിയാക്കാം. നീ ഒന്ന് നിക്കടാ, എന്താ സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. ഓ ഇവള് സമ്മതിക്കൂല. എന്താടി വരാൻ ഇത്ര താമസം? വന്നിട്ടിപ്പോ എന്തിനാ? സീനിയേഴ്സ് വിളിച്ചാ വരണോന്നറിയില്ലേ? ഇല്ല, അറിയില്ല. നിന്നെ ഞങ്ങൾ അറിയിച്ചു തരാടി. ദേ എടി പൊടി എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി. എടി അനു വേണ്ട, നീ മിണ്ടാതിരിക്കടി. ഒരു സീനിയേഴ്സ് വന്നേക്കുന്നു, കണ്ടേച്ചാലും മതി. ഡി നിർത്തടി, നീ ആരാന്നാ നിന്റെ വിചാരം? ഞാനോ? ഞാൻ അനന്യ, ഈ കോളേജിലെ അർജുന്റെ പെങ്ങളാണ്. എടാ നമ്മൾ പറഞ്ഞത് ശരിയാടാ, അവൾ ആ ചേട്ടന്റെ പെങ്ങളാ. അടിപൊളി. എന്താ വിശ്വാസം വന്നില്ലേ? അത് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ ഏട്ടനെ വിളിക്കാം. അയ്യോ മോളെ, ചതിക്കല്ലേ. ഞങ്ങൾ ആളറിയാതെ അർജുനോട് പറയല്ലേ പ്ലീസ്. അപ്പൊ എങ്ങനെയാ സീനിയേഴ്സ്? ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ? ആ പൊക്കോ പൊക്കോ. എന്റെ അമ്മോ, അർജുനെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ചോര തുപ്പിയാനെ. ഇനി വേറെ ആരെങ്കിലും നോക്കാം. ദേടാ വേറെ 2 നിക്കുന്നു. ഡാ ഇങ്ങോട്ട് വാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടുന്ന് പോകാന്ന്. മിണ്ടാതെ വാടാ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? നീ വാ. അപ്പോ വിളിച്ചാ വരാനൊക്കെ അറിയാം. അറിയാമെങ്കിൽ? ഡി മര്യാദക്ക് സംസാരിക്കടി. ഇല്ലെങ്കിലോ? ദേവു, നീ എന്തിനുള്ള പുറപ്പാടാ? എനിക്ക് പേടിയാവുന്നു. ഡി സീനിയേഴ്സിനെ ബഹുമാനിക്കടി. സൗകര്യം ഇല്ലെങ്കിലോ? എടി പെണ്ണേ നിർത്തടാ. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാവോ? നീ ആരാതിന്? നീ ആരാ? ജാൻസി റാണിയോ? അല്ല, ഞാൻ അർജുന്റെ പെണ്ണ. ഏ ഏ അതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മിണ്ടാതിരിയടാ നാറി, കൊല്ലും നിന്നെ ഞാൻ. അർജുന്റെ പെണ്ണോ? അതെ. എന്താ വിശ്വാസം വരുന്നില്ലേ?
അർജുൻ എന്താ കുടുംബക്കാരെ മൊത്തം കൊണ്ട് ഇങ്ങോട്ട് വന്നോ? അത് അർജുനേട്ടനെ കാണുമ്പോ നേരിട്ട് തന്നെ ചോദിച്ചോ, അല്ലെങ്കിൽ വേണേ ഞാൻ ഫോണിൽ വിളിച്ചു തരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അപ്പോ എങ്ങനെയാ, ഞാൻ നിക്കണോ അതോ? വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. അന്ത ഭയം ഇരിക്കട്ടും. വാടാ മനു. ദേടി ലവള് ഒന്നുപോയി മുട്ടിയാലോ? ഇതാണ് മോളെ പറ്റിയ സമയം. വാ പെട്ടെന്ന്. അച്ചുവേട്ടന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടടി. ശരിയാ, അവനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അതെ, ഹായ്. ആരാ? താൻ അർജുന്റെ സിസ്റ്റർ അല്ലേ? ഞാൻ പ്രിയ, അർജുന്റെ ഫ്രണ്ടാണ്. അർജുൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ള കാര്യം എനിക്കറിയില്ല. അത് അർജുൻ ചിലപ്പോ പറയാൻ വിട്ടുപോയതായിരിക്കും. എല്ലാ കാര്യവും അനിയത്തിയോട് പറയാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഹേയ്, ഒന്നും വേണ്ട, ഞങ്ങള് വെറുതെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. എക്സ്ക്യൂസ് മീ. അതെ, ഈ MA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ക്ലാസ് ഏതാ? ദേ, ആ മൂന്നാമത് കാണുന്ന ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു. എടി, നമ്മുടെ ക്ലാസ്സിൽ ന്യൂ സ്റ്റുഡന്റ് വന്നു. അടിപൊളി. വാ, ക്ലാസ്സിൽ പോവാം, എന്നിട്ട് അവനെ ഒന്ന് പരിചയപ്പെടാം. ഓ, കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടപ്പോ വാലുമടക്കി പോകുന്നത് കണ്ടില്ലേ? എന്തു പറ്റി മോളെ, ജലസ് അടിച്ചോ? ആ, എന്തായാലും ക്ലാസ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. സെക്കൻഡ് MA ഇംഗ്ലീഷ്. എടി, അത് അച്ചുവേട്ടന്റെ ക്ലാസ് അല്ലേ? അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. ആ, ഇനി ആ ചേട്ടന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അച്ചുവേട്ടനോട് ചോദിച്ചറിയാം. ആ, പിന്നെ ക്ലാസ്സിൽ പോലും കയറാത്ത അവനോട് ചോദിച്ചാലും മതി. അതും ശരിയാ. എടാ, ഇന്ന് ക്ലാസ്സിൽ കയറണോ? എന്തായാലും മെനക്കെട്ട് കോളേജിൽ വന്നതല്ലേ, ഒന്ന് കയറി നോക്കാം. ആ, ഓക്കെ, സെറ്റ്. എടാ പൊട്ടാ, ദേ ആ ചേട്ടൻ. അതിന്? ആ ചേട്ടൻ എന്നോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? എന്ത് ചെയ്യാൻ? നിനക്കെന്താ വട്ടായോ? വാ, ക്ലാസ്സിൽ പോവാം. ക്ലാസ്സിൽ നല്ല ചിക്സ് വന്നു കാണും. പിന്നെ നിന്റെ ഒരു ചിക്സ് മിണ്ടരുത് നീ. മര്യാദക്ക് എനിക്കൊരു വഴി പറഞ്ഞതാ. ഞാനിപ്പോ എന്ത് വഴി പറയാനാ? എനിക്ക് ഇമാതിരി ചെറ്റ പരിപാടിയൊന്നും അറിയത്തില്ല. എടാ കാട്ടുകോഴി, നിനക്ക് ഇമാതിരി പണിയൊന്നും അറിയത്തില്ലല്ലേ? എടി, നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നാ നീ ഒന്നും ചെയ്യണ്ട. എന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? ഞാൻ അയാളുടെ മുന്നിൽ കൂടെ നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാം, അയാളെ മൈൻഡ് ചെയ്യാതെ. നീ അപ്പോ എനിക്ക് അതിന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫോണിൽ ഇട്ട് തരണം. ഇത് വല്ലതും നടക്കുമോ? നടക്കും. ഞാൻ ആ ചേട്ടന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ നേരം നീ നല്ലൊരു പാട്ടിട്ട് തന്നാ മാത്രം മതി. എന്റെ ആ നടത്തത്തിലും ആ പാട്ടിലും ആ ചേട്ടൻ എന്നോട് അട്രാക്ഷൻ തോന്നണം. എന്ത് പറയുന്നു? ഓക്കെ, സെറ്റ്. എന്നാ വാ, ഞാൻ ആ ചേട്ടന്റെ മുന്നിലെത്തുമ്പോ സ്റ്റാർട്ട് പറയാം. അപ്പൊ നീ പാട്ടിടണം, നല്ല ട്രെൻഡ് പാട്ടിട്ടോണം. എല്ലാം സെറ്റ്, നീ വാ. ദേ ആ ചേട്ടൻ നോക്കുന്നു. പാട്ടിട്ടോ, പാട്ടിട്ടോ. ഓക്കെ, നീ നടന്നു തുടങ്ങിക്കോ. ആ, എന്നിട്ട് ഞാൻ 1 2 3 സ്റ്റാർട്ട് പറയുമ്പോ നീ പാട്ട് പ്ലേ ചെയ്യണം. ഓക്കെ, ഞാൻ റെഡി. നീ നടന്നോ. ആ, ഞാൻ നടക്കാൻ പോവാണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്. എങ്ങനുണ്ട് ദേവുമോളെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? ഇപ്പോഴത്തെ ട്രെൻഡ് സോങ് ആണ്. നിനക്ക് ഞാൻ തരാടാന്നറി. അയ്യോ, നാട്ടുകാരെ എന്നെ കൊല്ലാൻ വരുന്നേ. കൊല്ലുവടാ ഇന്ന് നിന്നെ ഞാൻ. വാടാ, ക്ലാസ്സിൽ പോകാം. ആ, വാ പോകാം. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ.
എടാ അർജുനെ, നീ എന്ത് നോക്കിയിരിക്കുവാ? ക്ലാസ്സിലോട്ട് കയറ്. എടി ദേ അർജുൻ വന്നു. ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ പുതിയ സാറാണ്. പേര് സൂര്യനാരായണ വർമ്മ. വീട്ടിൽ അച്ഛൻ, അനിയത്തി, പിന്നെ എൻ്റെ ഒരു കസിൻ. പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാർ സിംഗിൾ ആണോ? അതെ, സിംഗിൾ ആണ്. നിങ്ങളെയൊക്കെ ഞാൻ ഇനി വഴിയെ പരിചയപ്പെട്ടോളാം. ഇപ്പൊ ഈ ക്ലാസ്സിലെ ഒരാളെ മാത്രമേ എനിക്കറിയൂ, അർജുൻ. തൽക്കാലം എനിക്കത് മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി.